ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവെപ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റു ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങളുടെ മേഖലാതല ശില്പശാലകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8-ന് ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കുള്ള 16 ഇനം ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. വിപണിയിലെ പൂഴ്ത്തിവെപ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസ് ആവുന്നതിന് പുറമെ ഒരു 5-day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം സ്പീഡ് ഗവർണർ വേണം. അപ്പൊ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികൾ എടുക്കും. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. 8500 പേർ അറസ്റ്റിലായതായും 70 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർന്നു. കൃഷിമന്ത്രി T സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തുടർച്ചയായ പഠനമാണ് ജീവിതമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാര സഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർദ്ധകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഈ വർഷത്തെ ഓണം വാരാഘോഷം പ്ലാസ്റ്റിക് രഹിതമായി നടപ്പിലാക്കുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ V മുരളീധരൻ MLA.
തിരുവനന്തപുരം നഗരസഭയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഘോഷയാത്രയ്ക്കുള്ള ഫ്ളോട്ടുകളുടെ നിർമ്മാണത്തിന് പ്രകൃതി സൌഹൃദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഹരിതചട്ടം പാലിച്ച് നിർമ്മിക്കുന്ന മികച്ച ഫ്ളോട്ടുകൾക്ക് സമ്മാന നിർണയത്തിൽ മുൻഗണന നൽകുന്നതിനോടൊപ്പം പ്രത്യേക ഹരിത ഫ്ളോട്ട് അവാർഡും സമ്മാനിക്കുമെന്നും ശ്രീ വി മുരളീധരൻ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബിജെപിക്കെതിരെ ചില മലയാള മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ മീഡിയ ടീമുമായി വിവരങ്ങൾ സ്ഥിരീകരിക്കാതെയാണ് ഇവ നൽകിയതെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണത്തിന്റെ വിഴിഞ്ഞം കേന്ദ്രത്തിലുള്ള അക്വേറിയത്തിൽ പ്രദർശനത്തിനായി പുതിയ അതിഥി കൂടി. കന്യാകുമാരി കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചു നൽകിയ ഗിറ്റാർ ഫിഷ് ആണ് പുതിയ അതിഥി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. 2 ആഴ്ച മുൻപാണ് കന്യാകുമാരിയിൽ നിന്നും ഗിറ്റാർ ഫിഷിനെ വിഴിഞ്ഞത്തെത്തിച്ചത്. വിഴിഞ്ഞം സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ അക്വേറിയത്തിലെത്തിയ ഗിറ്റാർ ഫിഷിന് തിരണ്ടിയുടെ തലയും സ്രാവിന്റെ ഉടലിന് സമാനമായ രൂപവുമാണുള്ളത്. കാഴ്ചയിൽ ഗിറ്റാറിന്റെ രൂപമുള്ളതിനാലാണ് ശാസ്ത്രലോകം ഇതിന് ഗിറ്റാർ ഫിഷ് എന്ന് പേരിട്ടത്. തവിട്ട് കലർന്ന മഞ്ഞ നിറവും ശരീരത്തിൽ പൊട്ടുകൾ പോലുള്ള അടയാളവുമുള്ള മീനാണിത്. തരുണാസ്ഥികളാൽ നിർമ്മിതമായ ഇതിന്റെ ശരീരത്തിന് ചെറു സ്കെയിലിന്റെ വലുപ്പമാണുള്ളത്. ഗിറ്റാർ ഫിഷിന് കൂട്ടായി വെള്ള തിരണ്ടിക്കുഞ്ഞിനെയും അക്വേറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്. അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. 4 ആനകളെയാണ് ഇന്ന് തുരത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ഇന്ന് നടത്തിയത്. രാവിലെ മുതൽ കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം TRDM ബ്ലോക്ക് 8 ഹെലിപാഡ് 18 ഏക്കർ പ്രദേശങ്ങളിൽ നിന്നുമാണ് ആനകളെ തുരത്തുന്ന ദൌത്യം നടത്തിയത്. 4 കാട്ടാനകളെ ഹെലിപാഡ് 18 ഏക്കർ ഭാഗങ്ങളിൽ നിന്നും താളിപ്പാറ ആനമുക്ക് വഴി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിലേക്ക് കയറ്റിവിട്ടു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലാണ് ഒളിമ്പ്യൻ സജൻ പ്രകാശ് ഫൈനലിൽ കടന്നത്. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി സജൻ പ്രകാശ് ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ 8.01 മീറ്റർ ചാടിയാണ് ഫൈനലിൽ ഇടം നേടിയത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ തമിഴ്നാട് സ്വദേശി രാജമുത്തുപാണ്ഡി വെള്ളി മെഡൽ നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവെപ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.